ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഭാരത് ലൈവിൽ ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഒരു പുതിയ അതിഥിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഭാരത് ലൈവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. അതിഥിയുടെ പേര് ശ്രീലക്ഷ്മി അജേഷ് എന്നാണ്. ശ്രീലക്ഷ്മി കലവറ എന്ന് പറയുന്ന ഒരു ഫുഡ് പ്രോഡക്ട്സിന്റെ ബ്രാൻഡ് നടത്തുന്ന ഒരു ആളാണ്. അതുകൂടാതെ ഒരു നല്ല സാമൂഹ്യ വിഷയങ്ങൾ ഇടപെടുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വീട്ടമ്മയാണ്. അതിനുമപ്പുറം ഒരു സൈക്കോളജി ബിരുദമുള്ള ആളാണ്. അങ്ങനെ സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിനും അഭിപ്രായം പറയുന്ന, നന്നായി ആക്ഷേപഹാസ്യം കൈകാര്യം ചെയ്യാൻ അറിയുന്ന, സോഷ്യൽ മീഡിയയിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും, ട്രോളുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ശ്രീലക്ഷ്മി. ഏതായാലും ശ്രീലക്ഷ്മി ഇന്ന് മുതൽ നമ്മുടെ ഭാരത് ലൈവിന്റെ എല്ലാ പോഡ്കാസ്റ്റുകളിലും ശ്രീലക്ഷ്മിയുടെ അഭിപ്രായമായി ഉണ്ടാകും. നല്ല രീതിയിൽ നന്നായി പഠിച്ച്, നന്നായി സംസാരിക്കുന്ന, നന്നായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഭാരത് ലൈവിന് ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയാണ് ശ്രീലക്ഷ്മിയുടെ വരവ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാമൂഹ്യ വിഷയത്തിലേറെ അഭിപ്രായങ്ങൾ പറയാനായി ഇതുപോലെ പലരെയും, ശ്രീലക്ഷ്മി അടക്കമുള്ള പലരെയും ഇനി നമ്മൾ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഏതായാലും ഇപ്പോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായ ഗുരുപാദ പൂജയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഓരോ വിഷയവും ആ സമയത്ത് ഏത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ സംസാരിക്കും. ഏതായാലും ശ്രീലക്ഷ്മി, നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഗുരുപൂജയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഗുരുപൂജ ഏതോ മോശപ്പെട്ട കാര്യമാണെന്നും ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നുവെന്നും ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കേണ്ട സ്കൂളുകളിൽ നിന്ന് അങ്ങനെ ജനാധിപത്യം ഇല്ലാതാകുന്നു എന്നൊക്കെയുള്ള മുറവിളികൾ ഉയരുമ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കണം അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്തൊക്കെയാണ് ശ്രീലക്ഷ്മി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ഗുരു പാദപൂജ നടത്തുന്നതുകൊണ്ട്? എന്തെങ്കിലും പ്രശ്നം ശ്രീലക്ഷ്മിക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നുന്നു? പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നതിനും അപ്പുറത്തേക്ക് ആദ്യം പറയേണ്ടി വരുന്നത് പ്രശ്നമാണ് എന്ന് പറഞ്ഞവരെ കുറിച്ചാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ആസ്പെക്റ്റില് കേരളത്തിലെ ഗുരുപൂജ എന്ന് പറയുന്നത് പ്രിൻസിപ്പളിന്റെ കസേര കത്തിക്കുക, അല്ലെങ്കിൽ കസേര എടുത്ത് പ്രിൻസിപ്പളിന്റെ തലക്കടിക്കുക. ഇന്നിപ്പോ രാവിലെ ഞാൻ ഇങ്ങോട്ട് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് കണ്ട ഒരു വാർത്തയാണ്, സ്ഥലം ഞാൻ നോട്ട് ചെയ്തില്ല. +2 പഠിക്കുന്ന കുട്ടികള് സ്കൂളിൽ ലേറ്റായി വന്നു, അത് ചോദ്യം ചെയ്ത് പ്രഥമ അധ്യാപകന്റെ തലയിൽ മദ്യക്കുപ്പി എടുത്ത് അടിച്ചു. അതായത് സ്കൂളിൽ വരുമ്പോ മദ്യക്കുപ്പിയുമായിട്ടാണ് ആ കുട്ടികൾ വന്നതെന്നാണ്. അധ്യാപകനാര് മദ്യവും മയക്കുമരുന്നും അവരെ എന്താണ് പറയാ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അധ്യാപകനാരെന്നുള്ളതാണ്. അപ്പോ അത് കാണുന്ന ഗുരുപൂജ, നമ്മുടേതായിട്ട് ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് മതം എന്ന് പറയുന്ന ഒരു വികാരമേ ഇല്ല, അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് അതിൽ കവേർഡ് അല്ല. അധ്യാപകർ എന്ന് പറയുന്നത് അത് ഏത് മതത്തിലും ിലും പെട്ട കുട്ടികൾക്ക് ഒരു ലെസൺ കൂടുതൽ പറഞ്ഞു കൊടുക്കുകയും ക്രിസ്ത്യാനി കുട്ടികൾക്ക് ഒരു ലെസൺ കുറച്ച് പറഞ്ഞു കൊടുക്കുകയും മുസ്ലിം കുട്ടികൾക്ക് ഈ 2 ലെസൺ കൂടെ ഒറ്റ ദിവസം പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാ കുട്ടികളെയും ഒരുപോലെ ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കുന്ന അധ്യാപകർ കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഒന്ന് തന്നെയാണ്. അപ്പൊ എല്ലാ അധ്യാപകർക്കും ആ കുട്ടികൾ ഒരുപോലെയാണ്, അച്ചു കുട്ടികൾക്കും ആ അധ്യാപകർ അതുപോലെ തന്നെ ആയിരിക്കണം. ഈ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ, മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. അമ്മ, അച്ഛൻ, ഗുരു കഴിഞ്ഞിട്ടാണ് ദൈവം എന്നുള്ളത്. അപ്പം ദൈവത്തിനും മുകളിലാണ് ഗുരുവിന്റെ സ്ഥാനം. അത് കഴിഞ്ഞ ദൈവത്തിനുള്ള സൃഷ്ടിച്ച അച്ഛനും അമ്മയും ഗുരുവും കഴിഞ്ഞിട്ടാണ് ദൈവം വരുന്നതെന്നാണ്. അപ്പൊ നമ്മുടെ എല്ലാ മതങ്ങളിലും ഇപ്പം ഏതൊരു മതത്തെ എടുത്താലും അവരുടെ ദൈവത്തെ അവർ ആരാധിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് മുകളിൽ നിൽക്കുന്ന ഒരാളെ ആരാധിക്കുക അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. അത് നമ്മൾ ചെയ്യുക തന്നെ വേണം, അല്ലേ? അപ്പൊ അതാണ് അവര് ഒരു തെറ്റായിട്ട് കാണുന്നത്. അപ്പൊ ഇപ്പൊ എനിക്കൊരു മകനാണുള്ളത്, വളരെ ചെറിയ കുട്ടിയാണ്. ഇപ്പോഴും ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവരോടും നമസ്കാരം പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 2 വയസ്സേ ഉള്ളൂ, പക്ഷെ വഴിയിൽ പോകുന്നവരോട് നമസ്കാരം പറയാൻ പഠിപ്പിച്ചു കൊടുത്തു തന്നെയാണ് വളർത്തുന്നത്. അപ്പൊ മുന്നിൽ കാണുന്നവരെ ബഹുമാനിക്കേണ്ടത്, മുതിർന്നവരെ ബഹുമാനിക്കേണ്ടത് അവന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അവൻ പഠിച്ചു വളരണം എന്നാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒരു കൂട്ടർ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു മേധാവിത്വമാണ് ആ കണ്ടതെന്നാണ്. അവിടെ എവിടെയാണ് ടീച്ചറും കുട്ടികളും തമ്മിൽ ഒരു മേധാവിത്വം വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടിയിരുന്നത്. കാരണം ഇപ്പൊ ഞാനും ഒരു അധ്യാപികയാവാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്റെ മുന്നിൽ വരുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത്, ഞാൻ ഒരുപക്ഷെ ഈ ഒരു കലവറ എന്ന് പറയുന്ന ഒരു ഫുഡ് ബ്രാൻഡ് ഇല്ലായിരുന്നുവെങ്കിൽ, ഞാൻ ഒരു അധ്യാപനവുമായി മുന്നോട്ട് പോകുമായിരുന്നുവെങ്കിൽ +2 കുട്ടികളെ പഠിപ്പിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ എന്റെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടികൾ രാവിലെ 8:30 മുതൽ വൈകുന്നേരം 3:30 മണി വരെ അല്ലെങ്കിൽ 4 മണി വരെ എന്നോടൊപ്പം ചെലവിടുന്ന കുട്ടികളാണ്.
ആ കുട്ടികളുടെ പാരന്റ്സ് എന്ന് പറയുന്നത് വൈകുന്നേരം ഈ കുട്ടികൾ 4 മണിക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങിയാൽ 5:30 വീട്ടിലെത്തിയെന്ന് വെക്കുക, ട്യൂഷന് പോയി എല്ലാം കഴിഞ്ഞ് 8 മണിക്കാണ് ഈ കുട്ടികൾ വീട്ടിൽ വരുന്നത്. 8 മണിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും ഏതെന്ന് ചോദിച്ച് കുട്ടികൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുമ്പോഴും പാരന്റ്സിന് കുട്ടികളുമായിട്ട് വർക്കിംഗ് ഡേയ്സിൽ കിട്ടുന്നത് 3-4 മണിക്കൂറാണ്. അപ്പൊ ആ കുട്ടികളുടെ എല്ലാ വിചാരങ്ങളെയും അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻസിനെയും സന്തോഷങ്ങളെയും അവരുടെ ടേസ്റ്റുകളെയും തിരിച്ചറിയാൻ കഴിയുന്നത് അധ്യാപകർക്കാണ്. അതുകൊണ്ട് തന്നെ അതെ, അധ്യാപകർ എന്ന് പറയുന്നത് എന്റെ കണ്ണിൽ എനിക്ക് എപ്പോഴും മാതാപിതാക്കൾക്കൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഞാൻ തീർച്ചയായും ഇന്നും ശ്രീലക്ഷ്മി, ഞാനിത് പലപ്പോഴും പറയാറുണ്ട്. കാരണം കുട്ടികൾ ബോധമുള്ള ഏറെ സമയം, അതായത് മറ്റ് 2-3 മണിക്കൂർ കിട്ടുമ്പോൾ ബാക്കിയുള്ള സമയം കുട്ടികൾ ഉറങ്ങുന്നത് സമയങ്ങളാണ്. പക്ഷേ കൂടുതൽ സമയം ഉണർന്നിരിക്കുമ്പോൾ ചെലവഴിക്കുന്നത് സ്കൂളിലെ അധ്യാപകരോടൊപ്പം. അപ്പോൾ അധ്യാപകർ അത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ ജനാധിപത്യം, അതായത് ഒരു കാലിൽ തൊട്ട് വന്നിച്ചാൽ തകർന്നു പോകുന്നതാണോ ജനാധിപത്യം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം. അങ്ങനെ കാലിൽ തൊട്ട് വന്നിച്ചാൽ ജനാധിപത്യം തകർന്നു പോകും. കാലുകെട്ട് വന്നിച്ചാൽ ജനാധിപത്യം തകരുമെന്നുള്ളതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എങ്ങനെയെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ജാതീയമായ വിഷയത്തിൽ ഞാൻ ഒരു വലിയ ജാതിക്കാരനാണ്, കൂടിയ ജാതിക്കാരനാണ്, നീ കുറഞ്ഞ ജാതിക്കാരനാണ്, നീ എന്റെ കാല് പിടിക്കണം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധതയാണ്. അത് മാത്രമാണ്. അല്ലെങ്കിൽ ഞാനൊരു മതത്തിൽപ്പെട്ടയാളാണ്, നീ വേറൊരു കുറഞ്ഞ മതത്തിൽപ്പെട്ടവനാണ്, നീ എന്റെ കാല് തൊട്ട് നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധതയാണ്. ഞാൻ ഒരു പദവിയിൽ ഇരിക്കുന്ന ആളാണ്, നീ പദവിയിൽ കുറഞ്ഞ ഒരാളാണ്, നീ എന്റെ കാൽ പിടിക്കണം എന്ന് പറഞ്ഞാൽ അതും ജനാധിപത്യ വിരുദ്ധതയാണ്. ജനാധിപത്യത്തിന്റെ ഇടയിൽ എല്ലാ മനുഷ്യരും ഈക്വൽ ആണ്. പക്ഷെ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും ഇടയ്ക്ക് അങ്ങനെ ഒരു ഇക്വാലിറ്റി ഇല്ല. ടീച്ചറും കുട്ടികളും ഒരിക്കലും ഒന്നല്ല, അവർ രണ്ടും രണ്ടാണ്. ആണും പെണ്ണും എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്ഥാനമാനങ്ങളിൽ ഒന്നാണെന്ന് പറയുമ്പോഴും അംഗവിക്ഷേപങ്ങൾ കൊണ്ട് ആണും പെണ്ണും എപ്പോഴും രണ്ട് തന്നെയാണ്. എന്ന് പറഞ്ഞതുപോലെ കുട്ടികളും അധ്യാപകരും എന്ന് പറയുന്നത് രണ്ടും രണ്ട് തട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അത് അറിവിന്റെ കാര്യത്തിലായാലും എക്സ്പീരിയൻസിന്റെ കാര്യത്തിലാണെങ്കിലും കുട്ടികളുടെ ദീർഘവീക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അധ്യാപകർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം ഓരോ അച്ഛനും അമ്മയ്ക്കും എന്ന് പറയുന്നത് ഇപ്പം എനിക്കൊരു മകനേ ഉള്ളൂ, എനിക്ക് ആ മകന്റെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒരു അധ്യാപിക എന്ന് പറയുന്നത് ഒരു 26 വയസ്സിൽ അല്ലെങ്കിൽ 28 വയസ്സിൽ സർവീസിൽ കയറി ഒരു 40 വയസ്സാവുന്ന ആ ഒരു അധ്യാപികയ്ക്ക് എത്ര തരത്തിലുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടാവും, എത്ര മനോവിചാരങ്ങളുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ ഒരു 2-3 വർഷമാണ് കുട്ടികളുമായിട്ട്, അതായത് BEd കഴിഞ്ഞ് നമ്മൾ സെറ്റ് എഴുതി കയറുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടല്ലോ. കുട്ടികളും ടീച്ചറും എന്ന് പറയുന്നതിൽ നമ്മളും കുട്ടികളായിരുന്നു BEd കോളേജിൽ. അവിടുന്ന് നമ്മൾ അധ്യാപകരാകുന്ന ഒരു മേലങ്കി അണിഞ്ഞു വരാൻ ഒരു 2-3 വർഷം എടുക്കും. ആ ഒരു വർഷത്തിന് ശേഷം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചർ എന്നല്ല, അമ്മ എന്നാണ്, അല്ലെങ്കിൽ അച്ഛൻ. ആണുങ്ങളാണെങ്കിൽ അച്ഛൻ എന്നാണ്, ഒരു മെയിൽ സാർ ആണെങ്കിൽ അച്ഛൻ എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അദ്ദേഹം കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് നേർവഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നേർവഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു കുട്ടി 2 പിള്ളേർ നമ്മൾ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ 2 അനിയനും ചേട്ടനും കൊണ്ട് തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒച്ച എടുത്തുകൊണ്ടാണ് നമ്മൾ ഓടിച്ചെല്ലുന്നത് അമ്മമാര്. അല്ലെങ്കിൽ മോനെ ഒന്ന് നിർത്താമോ, നിങ്ങൾ തമ്മിൽ അടി കൂടുന്നത് ഒന്ന് നിർത്തി രണ്ടും 2 വശത്തേക്ക് പോകാമോ എന്ന് ഏതെങ്കിലും ഒരു അമ്മ പറയും. മാറി നിക്കട അങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഏതൊരു അമ്മയും ഓടിച്ചെല്ലുന്നത്, ഞാൻ അടക്കം. അത് അമ്മമാര് ചെയ്യുമ്പോൾ അത് ശാസനയും അധ്യാപകർ ചെയ്യുമ്പോൾ അത് പീഡനവുമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പോയിന്റ്. ആ പോയിന്റിലേക്ക് കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നത് ഇത്തരം ചിന്താഗതികളാണ്. വേണ്ട, അധ്യാപകരെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, അധ്യാപകർ എന്തിനാണ്. നമ്മൾ ഇപ്പൊ ചേച്ചിക്കൊക്കെ അറിയായിരിക്കും, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ ഒരു അടി കിട്ടിയാൽ നമ്മൾ വീട്ടിൽ ചെന്ന് പറയോ എനിക്ക് അടി കിട്ടിയെന്ന്? പറയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു ചോദ്യം നീ എന്താ ചെയ്തതെന്നാണ്. അതെ, തീർച്ചയായും. അല്ലാതെ അവര് പറയില്ല എന്റെ മോനെ അടിച്ചല്ലേ ശരിയാക്കി കൊടുക്കാം. പക്ഷെ ഇന്ന് അതാണ്. ഇന്ന് ആ ടീച്ചർ ഇന്നൊരു കുട്ടിയെ തല്ലിയിട്ടുണ്ടെങ്കിൽ നാളെ ആ ടീച്ചർ ജയിലിലാണ്. ജാമ്യമില്ലാ വകുപ്പ് ഒരു പോക്സോയാണ്. പിന്നെ അതുപോലെ തന്നെ അധ്യാപകരെ മാത്രല്ല, അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്ന അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സിനെ പഠിപ്പിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും നമ്മൾ ബഹുമാനിക്കണം എന്ന് തുടക്കത്തിലേ പറഞ്ഞു കൊടുക്കേണ്ടത്. ടീച്ചേഴ്സ് വരുമ്പോൾ നമ്മൾ ഏത് ടീച്ചർ വന്നാലും നമ്മൾ പണ്ട് ഗുഡ് മോർണിംഗ് ടീച്ചർ ഇങ്ങനെ പറയുമായിരുന്നു പണ്ട്. അതൊരു താളമായിരുന്നു. ആ ഒരു ക്ലാസ്സിലേക്ക് കയറി ടീച്ചർ വരുമ്പോ ഒരു താളമായിരുന്നു അത്. ആസ് എ ടീച്ചർ നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ടീച്ചർ വരുമ്പോ 10 പേര് എഴുന്നേക്കും, 15 പേര് അവിടെ ഇരിക്കും. വേണമെങ്കിൽ വന്ന് പഠിപ്പിച്ചിട്ട് പോയിക്കോ. പിന്നെ ഹോംവർക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ ഒരു
എന്താണ് പറയുക, ഒരു സിസ്റ്റമാണ്. ഹോംവർക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഹോംവർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ പീഡനത്തിന്റെ പരിധിയിലാണ് ടീച്ചർ ഹോംവർക്ക് ഇട്ട് കൊടുത്താൽ പെടുത്തുന്നത്. അപ്പൊ ഈ ഒരു പാദപൂജയെ പറയുന്നവർ തന്നെ ഈ ഒന്നാമത്തെ കാര്യം ടീച്ചേഴ്സിന്റെ കുറെ ഫ്രീഡത്തെ കൂടെ അവർ ഫ്രീസ് ചെയ്യുന്നു എന്നാണ്. ഇപ്പം ചേച്ചിയാണ് ഒരാളെ പഠിപ്പിക്കുന്നതെങ്കിൽ പോലും ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ അതിൽ തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കുകയാണ് എന്ന് ചേച്ചിക്ക് തോന്നിയാൽ പിന്നെ ചേച്ചി പറഞ്ഞു കൊടുക്കില്ല, അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു ഫ്രീഡത്തെ കൂടെ ഫ്രീസ് ചെയ്യുന്നു എന്ന് പറയാം. ഫ്രീഡത്തെ, ടീച്ചേഴ്സിന്റെ ഫ്രീഡത്തെ ഫ്രീസ് ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു അധ്യാപിക ഒരു തല്ല് കൊടുത്താൽ അത് എന്തിനാണ് തല്ലിയത് എന്ന് നമുക്ക് വീട്ടുകാര് ചോദിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ കുട്ടിക്ക് നേർവഴി ചിലപ്പോഴെങ്കിലും ഇത് പ്രശ്നമാകുന്നത് ക്രൂരമായി ചില അധ്യാപകർ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഉപയോഗിക്കുകയും അതുപോലെ ചില കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന അധ്യാപകരും അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ തരത്തിൽ ഗുരുവും ശിഷ്യരും തമ്മിലൊരു ബന്ധമുണ്ടാക്കുന്ന അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായകരമാകുകയും ഈ ഗുരുപൂജ പോലുള്ള പരിപാടികൾ സഹായകരമാവും. കാരണം അവർ തമ്മിലൊരു അടുപ്പം ക്രിയേറ്റ് ചെയ്യാണ്. കാരണം നമ്മുടെ കാല് തൊട്ട് നമസ്കരിക്കുന്ന ഒരാളെ നമ്മൾ രണ്ട് കൈയും കൊണ്ടാണ് പിടിച്ചെഴുന്നേൽപ്പിക്കുക. അല്ലാണ്ട് നമ്മളെ കാലിൽ ഒരാൾ തൊട്ട് തൊഴാൻ വരുമ്പോ അപ്പോ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് കാല് തട്ടി എറിയുമല്ല ചെയ്യുന്നത്. അപ്പോ നമ്മുടെ കാല് തൊട്ട് നമസ്കരിച്ച ഒരാളെ നമുക്ക് അവരോടൊരു വാത്സല്യമാണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ തന്നെ ആ ഒരു ടീച്ചർ എന്ന് പറയുന്നത് അറിവിന്റെ വെളിച്ചമാണ് നമുക്ക് പകർന്നു തരുന്നത്. അപ്പൊ ആ ഒരു ടീച്ചർ എന്ന് പറയുന്നത് അവരുടെ കാല് തൊട്ടൊന്ന് നമസ്കരിച്ചാലോ, ഇതൊന്നുമല്ല. ഇപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ വട്ടപ്പാറ LMS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +2 പഠിച്ചത്. എത്രയോ വർഷമായി. അവിടെ ഒരു സുജ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഉണ്ട്, മാത്സ് ആയിരുന്നു. ഇപ്പൊ ടീച്ചർ അമരവിള HSS പഠിപ്പിക്കുന്നത്. ഇതുപോലെ എന്നെ തല്ലിയിട്ടുള്ള ഒരു ടീച്ചർ വേറെ ഉണ്ടായിട്ടില്ല. അടി എന്ന് പറഞ്ഞാൽ പൂരടി. പക്ഷെ അതിന്റെ +2 സർട്ടിഫിക്കറ്റിൽ ആ അടികളെല്ലാം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്സിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. വളരെ മാത്സിന് വീക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ അടിയോടടി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇന്ന് എനിക്ക് എന്തെങ്കിലും മനസ്സിനൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ ടീച്ചറിന്റെ എന്താ മോളെ ശബ്ദം വല്ലാതെ എന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ അടിയുടെ ചൂടല്ല എനിക്ക് ഫീൽ ചെയ്യണത്. എന്നെ അമർത്തി കെട്ടിപ്പിടിക്കുന്ന ഒരു തണുപ്പാണ്. അത് ആ ഒരു തണുപ്പ് എത്ര ഇനിയുള്ള കാലത്ത് കുട്ടികൾക്ക് കിട്ടുമോ എന്നുള്ളതാണ്. സാലറി വാങ്ങിച്ച് പഠിപ്പിക്കാനോ വീടുകളിൽ ജോലിക്ക് വരുന്ന ആൾക്കാരോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുപോലെയോ ഒക്കെ വെറും ഒരു ആളായിട്ട് മാത്രം ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സമൂഹം, അമ്മയ്ക്ക് ഈക്വൽ ആണ് ടീച്ചർ എന്ന് പറഞ്ഞിരുന്ന ഒരു സംസ്കാരം മാറിപ്പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, തീർച്ചയായും അതെ. അത്തരത്തിൽ എല്ലാ ബന്ധങ്ങൾക്കും ഉണ്ടാകുന്ന ആ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ ഇത്തരത്തിൽ ഗുരു ശിഷ്യ ബന്ധത്തിനും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാലത്തെ അധ്യാപകരല്ല ഇന്നത്തെ കാലത്തെ അധ്യാപകർ എന്ന തിരിച്ചറിവുണ്ട്. പക്ഷെ എങ്കിലും ഇത്തരത്തിലുള്ള ഗുരുപൂജകളും മറ്റും നടത്തുന്നത് അല്ലെങ്കിൽ അധ്യാപകരുടെ വില മനസ്സിലാക്കാനും അധ്യാപകർ എന്താണെന്ന് മനസ്സിലാക്കാനും അവരെ ബഹുമാനിക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കാനും തിരിച്ച് കുട്ടികളെ വാത്സല്യത്തോടെ നോക്കേണ്ടവരാണെന്നും സ്വന്തം കുട്ടികളാണെന്ന് അധ്യാപകർക്ക് കരുതാനുമുള്ള കാരണങ്ങളാവുമ്പോൾ ഈ SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ എന്തിനാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത്? അതിനെ ജനങ്ങൾ വിശ്വസിക്കും. ഈ SFI ആയാലും KSU ആയാലും ABVP ആയാലും എന്റെ അഭിപ്രായത്തിൽ സ്കൂളുകളുടെ കാര്യങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് എന്റെ ഒരു അമ്മ എന്നുള്ള നിലയിലും ഒരു അധ്യാപിക ആകേണ്ടിയിരുന്ന ആളെന്നുള്ള നിലയിലും ഒരു പൗരൻ എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്. കാരണം +2 വരെ എന്തിനാണ് സ്കൂളുകളിലേക്ക് ആക്കിയത്? കുട്ടികൾ അത്രത്തോളം സേഫ് ആയിരിക്കട്ടെ. നമ്മൾ എല്ലാവരും കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. നമുക്കറിയാം കോളേജുകളിൽ ചെന്ന് കയറുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്നറിയാം. അത് പ്രീ ഡിഗ്രി വേർപെടാനുള്ള കാരണം തന്നെ ഇതാണ്. കുട്ടികളെ +2 വരെ സ്കൂളുകളിൽ നിർത്തി അവരെ പഠിപ്പിച്ച് അവരെ ഒന്ന് ക്യാപ്പബിൾ ആക്കിയതിനു ശേഷം കോളേജിലേക്ക് വിടാം എന്നുള്ളത് കൊണ്ടാണ് +2 വരുന്നത്. അപ്പൊ ആ +2 വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും ഈ പറഞ്ഞ പോലെ പാർട്ടികൾ കുത്തിക്കേറി അവിടെ അഭിപ്രായം പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് +2 പ്രീ ഡിഗ്രി അടർത്തി മാറ്റി +2 ആക്കിയത്? പ്രീ ഡിഗ്രി തന്നെ മതിയായിരുന്നല്ലോ, ഈ പിള്ളേരെ അങ്ങ് വിട്ടുകൊടുത്താൽ മതിയായിരുന്നല്ലോ. അപ്പോ ഈ പറഞ്ഞ പോലെ ഈ കുറെ സമരം ചെയ്താണ് പല പല കാര്യങ്ങൾ SFI നേടിയിട്ടുള്ളതെന്ന് പറയുന്നു, അല്ലെങ്കിൽ KSU നേടിയിട്ടുള്ളതെന്ന് പറയുന്നു, ABVP നേടിയിട്ടുള്ളത്. ഈ സ്കൂളുകളിൽ ഇവരെന്താണ് നേടിയിട്ടുള്ളത്? ഇവരാകെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കുട്ടി ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ ആദ്യം ഈ 3 പാർട്ടിക്കാർ നോക്കും ജനരോഷം ഏത് ഭാഗത്താണെന്ന്. അത് നോക്കിയിട്ട് സ്കൂളിന്റെ ഭാഗത്താണ് ജനരോഷം കൂടുതലെങ്കിൽ അന്നേരം ആ സ്കൂൾ അടിച്ചു പൊട്ടിക്കാനും തകർക്കാനും പോകും. സ്കൂളിന്റെ വേർഷൻ എന്താന്ന് പോലും കേൾക്കില്ല. ഇന്നത്തെ കാലത്ത് കുട്ടികൾ എന്ന് പറയുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തു കഥയും പറയുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്തയാണ്, ഒരു പെൺകുട്ടി അമ്മയ്ക്കെതിരെ
ലൈംഗിക പീഡന പരാതി കൊടുത്തു. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതല്ല, അമ്മയ്ക്ക് നേരെ ലൈംഗിക പീഡന പരാതി കൊടുത്തു എന്നുള്ളതാണ്. ആ കുട്ടിയെ എന്തിനോ വിലക്കി, കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുട്ടി ചൈൽഡ് ലൈനിലോ സ്കൂളിലോ എവിടെ പോയിട്ട് അമ്മ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മയുടെ പേരിൽ പോക്സോ കേസ്. അച്ഛനാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ചേച്ചിയും അടങ്ങുന്ന സമൂഹം അച്ഛനെ പച്ചയ്ക്ക് കത്തിച്ചേനെ. സത്യമാണോ കള്ളമാണോ എന്ന് നമ്മൾ നോക്കില്ല. പക്ഷെ അമ്മയാണെന്ന് അതെ പറഞ്ഞപ്പോ ഒരു ആൺകുട്ടിയുടെ അമ്മയായ ഒരു ഞാനും ഒരു പെൺകുട്ടിയുടെ അമ്മയായ ചേച്ചിയും ഒന്ന് ചിന്തിക്കും, ആണോ അതെ നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ എന്ന്. പോലീസുകാർക്ക് പോലും ചില കാര്യങ്ങളിൽ നമ്മൾ ചില പോലീസുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നതാണ്, ആ സാറ് കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ലെന്നും ആ സാറ് മോശമായിട്ട് പെരുമാറിയിട്ടില്ലെന്നും ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഒരു കുട്ടി അങ്ങനെ പരസ്യമായി പരാതി പരാതി പറയുമ്പോൾ പറഞ്ഞാൽ ഒരു കേസ് എടുക്കാതെ ഞങ്ങൾക്ക് സ്വീകരിക്കണം. നിർവാഹമില്ല എന്ന് പറയുന്നു. അതെ ഞാനിപ്പം എറണാകുളം ജില്ലയിലാണ് താമസിക്കുന്നത്. അപ്പൊ എറണാകുളം ജില്ലയിലെ എന്റെ വീടിന് തൊട്ടടുത്ത് ഉള്ള ഒരു സ്കൂളിൽ, ഒരു ഗവൺമെന്റ് സ്കൂളിൽ നടന്നൊരു സംഭവമാണ്. ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടി പ്രൊജക്ട് വെച്ചില്ല, സമയം വൈകി. അപ്പം കുട്ടിക്ക് ചില അഫയർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അഫയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പൊ ഈ സാറ് വിളിച്ചു. സാറിന്റെ മകളും ഈ കുട്ടിയും ഒരു പ്രായമാണ്. ഈ സാറ് വിളിച്ചു കുട്ടിയെ ഉപദേശിച്ചു. അവള് ശരിയായില്ല. പിന്നീട് വിളിച്ചിട്ട് നന്നായിട്ട് ഷൗട്ട് ചെയ്തതിന് ശേഷം ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഈ കുട്ടിയെ ഇതിന് കൊണ്ടുപോയി, എന്താണ്, യൂത്ത് ഫെസ്റ്റിവലിന് കൊണ്ടുപോയി തിരിച്ചു വരുന്ന വഴി ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ കിട്ടി. അതും ഈ കുട്ടിയെ ഈ സാറ് കൊണ്ടുപോയത് 2 വീലറിലാണ്. അന്ന് പ്രൈവറ്റ് ബസ് സമരമായിരുന്നു. അപ്പൊ അയാൾക്ക് മര്യാദയ്ക്കിരുന്നാൽ മതിയായിരുന്നു. ആ കുട്ടിയുടെ ആ ഒരു മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെടരുതെന്ന് കരുതി സ്വന്തം വണ്ടിക്ക് പെട്രോളും അടിച്ച് ഈ കുട്ടിയെ കൊണ്ട് സാറ് ഈ ഒരു കോമ്പറ്റീഷന് കൊണ്ടുപോയി തിരിച്ച് ഭയങ്കരമായി, ഇപ്പൊ എറണാകുളത്തുള്ളവർക്ക് അറിയാം, പൊന്നുരുന്നി വൈറ്റില പാലം എന്ന് പറയുന്നത് ഒരു 2 വീലർ അല്ല, സൈക്കിൾ അല്ല, ലോറി അല്ല, ഇനി എന്തെന്ന് പറഞ്ഞാലും അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും ട്രാഫിക് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. സാറിനെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഇത് പ്രിൻസിപ്പലിനോട് പറഞ്ഞു. അപ്പൊ പ്രിൻസിപ്പലിന് ഇപ്പൊ ചേച്ചിക്ക് കേട്ടപ്പോ ഒരു ചിരി വന്നില്ലേ? ഇത് കേൾക്കുന്ന അതെ എല്ലാവർക്കും ഒരു ചിരി വരും. എന്താണ്, പൊന്നുരുന്നി അതെ പാലം അറിയുന്നവർക്കൊക്കെ ചിരി വരും. അവിടെ അതെ പീഡനം അതെ പോയിട്ട് ശ്വാസം വിടാൻ അതെ പോലും പറ്റാത്ത അവസ്ഥയാണെന്നുള്ളത്. അതെ അവിടെ അതെ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇത് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു, ഈ പ്രിൻസിപ്പലിനോട് പോയി പറഞ്ഞപ്പോ പ്രിൻസിപ്പളും അത് ചിരിച്ച് തള്ളിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അതിന് ടീച്ചർ ഉം. നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ അതൊരു ഇതായിട്ട്, കുട്ടികളല്ലേ, കുട്ടികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല എന്ന് അതെ വിചാരിച്ചിട്ടുണ്ടാവാം. അതെ പക്ഷെ ആ വീട്ടുകാരടക്കം കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി ചെന്ന് ഈ പ്രിൻസിപ്പലിനെയും കുട്ടിയുടെ ക്ലാസ് ടീച്ചറിനെയും ഈ ബന്ധപ്പെട്ട അധ്യാപകനെയും സസ്പെൻഡ് ചെയ്തു. ഇനി ഈ കൊച്ച് ഒരു അഫയർ എന്നല്ല, ഈ കൊച്ചിനെ മോശമായ ഒരു സാഹചര്യത്തിൽ ഒരു ആൺകുട്ടിയോട് കണ്ടാൽ പോലും നമ്മൾ ഈ പറഞ്ഞ ഈ ബസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പം ആൾക്കാർ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങോട്ട് നോക്കി പോണ ഒരു അവസ്ഥയിൽ ഇപ്പൊ സാറുമാര് പോകുന്നതല്ലാതെ ആരെങ്കിലും മറുപടി പറയോ? ഇത്രേ അതെ ഉള്ളൂ. അതെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ എന്താ പറയാ, കതിരിന്മേൽ കൊണ്ട് വളം വെക്കുകയല്ല, ചെറിയ ക്ലാസ് മുതലേ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ഒരു പഠിപ്പിച്ചോളാം. ഇഷ്ടത്തെ ഊട്ടി ഉറപ്പിച്ചു കൊണ്ടുപോയാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ഇതെല്ലാം പോട്ടെ, എന്ത് തന്നെ സംഭവിച്ചാലും നഷ്ടം വരുന്നത് ഈ വഴക്കിന് പോകുന്ന പാരന്റ്സിന് തന്നെയാണ്. അല്ലാണ്ട് അതെ ഈ SFIക്കാർക്ക് വല്ല കുഴപ്പമുണ്ടോ? അവരിന്ന് ഈ കൊച്ചിന് ഇല്ല വേണ്ടി ഒരു പറഞ്ഞു, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി പറഞ്ഞു. അവർക്കുണ്ടോ? KSUവിനുണ്ടോ? അവര് നാളെ ഒരു പഠിപ്പ് മുടക്ക്, ഇപ്പൊ പഠിപ്പ് മുടക്ക് വന്നു തന്നെ ഏത് പിള്ളേരാണ് സ്കൂളിൽ പോകാത്ത? പിള്ളേർക്ക് തന്നെ ഈ പാർട്ടികളിലൊന്നും വലിയ താല്പര്യമില്ല. പിള്ളേര് ഉം. കാരണം ഇന്നത്തെ പിള്ളേര് പഠിക്കുന്ന തന്നെ എന്തിനാണ്? 10ാം ക്ലാസ് കഴിഞ്ഞാൽ UK പോകാൻ പറ്റുമോ? 10ാം ക്ലാസ് കഴിഞ്ഞാൽ US പോകാൻ അതെ പറ്റുമോ എന്ന് വിചാരിച്ചാണ് ഇപ്പോഴത്തെ മക്കൾ പഠിക്കണം. നമ്മള് പഠിച്ച് ഇനി എന്താ പരിപാടി? 10ാം ക്ലാസ് കഴിയുമ്പോ ചോദിക്കാം, എന്താ പരിപാടി? +2. +2ന് എന്താ പരിപാടി? സയൻസ് കഴിഞ്ഞാൽ എന്താ ഉം. പരിപാടി? ഡിഗ്രി കഴിഞ്ഞാൽ എന്താ പരിപാടി? PG. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി നോക്കണം. നമ്മൾ ഈ തിരുവനന്തപുരത്തുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങളുടെ അൾട്ടിമേറ്റ് ജോലി എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ ജോലി ഗവൺമെന്റ് ജോലിയാണ്. നമ്മൾ ഗവൺമെന്റ് ജോലി അതിൽ കൂടുതൽ ഗവൺമെന്റ് ജോലിയാണ്. കാരണം പിയൂണാണ്, ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു സംരംഭകനാണെങ്കിലും ഞങ്ങൾ അവിടുത്തെ ഒരു പെണ്ണിനെ കെട്ടിച്ചേരൂല. പക്ഷേ കൊടുക്കൂല. പിയൂണാണെങ്കിലും പക്ഷെ ഒരു പിയൂണാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പിയൂണാണ്, അവന്റെ ജോലി നാളെ അവന്റെ കയ്യിലിരിപ്പോണ്ട് പോയാലും കുഴപ്പമില്ല, സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ എന്നാണ് നമ്മുടെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാനും ഒക്കെ അങ്ങനെ തന്നെ പഠിച്ചു വന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇപ്പൊ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഓറിയന്റേഷൻ ക്ലാസ്സുകൾ ഒരുപാടുണ്ട്. 5ാം ക്ലാസ് മുതൽ IAS പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പൊ കുട്ടികള് അതിൽ ഫോക്കസ്ഡ് ആണ്. അപ്പൊ കുട്ടികൾ മെറ്റീരിയലൈസ്ഡ് ആയി പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അവർക്ക് വേറെ ചിന്തകളൊന്നുമില്ല.
അവർക്ക് എപ്പോഴും വേണ്ടത് പഠിക്കുക, വിദേശത്ത് പോവാ, വിദേശത്ത് പോവാ, വിദേശത്ത് പോവാ. കുറച്ചു നാൾ കഴിയുമ്പം ഇന്ത്യയിൽ നമ്മളെ പോലെയുള്ള കുറച്ച് പാരന്റ്സ് അല്ലാണ്ട് വേറെ ആരും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതും ബന്ധങ്ങളിലെ ഊഷ്മളത ഇല്ലായ്മ തന്നെയല്ലേ? അതെ, നമ്മൾ തീർച്ചയായും പണ്ടൊക്കെ തീർച്ചയായും അതെ. വേറെ ദൂര സ്ഥലങ്ങളിലൊക്കെ ജോലി കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കില്ല, അയ്യോ അച്ഛനും അമ്മയും വീട്ടിൽ ഒറ്റയ്ക്കായി പോവും, ഞാൻ പോയാൽ എങ്ങനെ ശരിയാവും. പക്ഷെ ഇന്ന് ആ ഉം. ബന്ധത്തിന്റെ ഊഷ്മളത ഇല്ല. ഇപ്പൊ ഉള്ള ഇല്ല. ആകെയുള്ള ഒരു, ഇനി അങ്ങോട്ടങ്ങോട്ട് പോകുമ്പം അലൂമിനി ഫെസ്റ്റുകളൊന്നും ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും സംഘടിപ്പിക്കുന്ന അലൂമിനി ഫെസ്റ്റുകളൊന്നും നാളെ ഉണ്ടാവില്ല. കാരണം നമ്മൾ പോകുന്നത് നമ്മളെ സഹപാഠികളെയും നമ്മുടെ ടീച്ചേഴ്സിനെയും കാണാനാണ്. യാതൊരു ബന്ധവും ഫീൽ ചെയ്യാത്ത, യാതൊരു അടുപ്പവും ഫീൽ ചെയ്യാത്ത ആൾക്കാരെ കാണാൻ ഇന്നത്തെ കുട്ടികൾ ഇനി സഹപാഠി. പോവോ? അവര് വിചാരിക്കും ഇല്ല, ഫ്ലൈറ്റ് ടിക്കറ്റും തീർച്ചയായിട്ടും ഇല്ല. ചെലവാക്കി, ഞാൻ യു എസിൽ കിടക്കുന്ന ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റും ചെലവാക്കി എന്തിന് ഇങ്ങോട്ട് വരണം എന്നല്ലേ ചിന്തിക്കുള്ളൂ. അപ്പൊ അത് തന്നെ തീർച്ചയായും. ബന്ധങ്ങളിലെ ഊഷ്മളത പഠിപ്പിക്കാൻ അപ്പൊ ചോദിക്കുക, അപ്പൊ ഇനി അടുത്ത് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്നെ മിക്കവാറും ട്രോളാൻ സാധ്യതയുണ്ട്. അപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ കാല് തൊട്ട് നമസ്കരിച്ചാൽ മാത്രമേ ബന്ധത്തിന്റെ ഊഷ്മളത ഉണ്ടാകുള്ളൂ എന്നാണ്. ഈ ബന്ധത്തിന്റെ ഊഷ്മളത ഉണ്ടാകാനല്ല കാല് തൊട്ട് നമസ്കരിക്കുന്നത്, എനിക്ക് ഇതുവരെ ചെയ്തു തന്ന സേവനങ്ങൾക്ക് നന്ദി എന്നാണ് നമ്മൾ ഒരാളെ അതെ, നമസ്കരിക്കുന്നതിന് അർത്ഥമാക്കുന്നത്. തീർച്ചയായും അതിന്റെ അതെ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആണായാലും പെണ്ണായാലും തൊട്ടുപോയില്ല. അവസാനം ദക്ഷിണ കൊടുക്കുന്നത് അച്ഛന്റെ അമ്മയുടെ അമ്മയ്ക്കാണ്. ബന്ധുക്കളുടെ. അതെ അമ്മയ്ക്കല്ലേ അവസാനത്തെ ദക്ഷിണ കൊടുക്കുന്നത്. അതെ അതെ അതെ. എല്ലാവർക്കും കൊടുക്കുന്നത് കാരണം അമ്മയ്ക്ക് അപ്പുറത്തേക്ക് ഇനി ദക്ഷിണ വാങ്ങിക്കാൻ ആരും ഇല്ല എന്നാണ്. അതുപോലെ അരിയില്ല. തന്നെയാണ് അധ്യാപകർ. അപ്പൊ അതില് കുറെ കാര്യങ്ങള് ഈ പറഞ്ഞ നമ്മൾ ഈ ഒരു പാദപൂജ്യമായിട്ട് വന്ന ഒരു വിവാദത്തില് ഒരു പാരന്റ്സും അതിന് കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എസ് എഫ് പാരന്റ്സ് ഐയും മാത്രമല്ല, ആ അതുപോലെ സ്കൂളുകളിൽ വിദ്യാനികേതന്റെ സ്കൂളാണെങ്കിൽ പോലും അവിടെ മുസ്ലിങ്ങൾ അടക്കമുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 2-3 വീഡിയോ കാണാനിടയായി. ചില മുസ്ലിം കുട്ടികൾ ഞങ്ങൾ സംസ്കാരം പഠിക്കുന്നുണ്ട്, ദയവേദി ഞങ്ങൾ ഉപദ്രവിക്കാതിരിക്കൂ എന്ന് പറയുന്ന ചില വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കുന്ന കുട്ടികൾക്കോ മാതാപിതാക്കൾക്ക് എതിർപ്പില്ല. ഇവിടെ എതിർക്കുന്നത് എസ് അതെ എഫ് ഐ ആണ്, പുറത്തു നിൽക്കുന്ന എസ് എഫ് ഐ. അത് മാത്രമല്ല, ഈ വിദ്യാനികേതന്റെ അതെ സ്കൂളുകളിൽ മാത്രമല്ല, ബാലഗോകുലം അടക്കം ഇത് വർഷങ്ങളായി നടത്തുന്ന പരിപാടിയാണ്. ഇപ്പൊ എന്താണ് ഒരു പുതിയ കാഴ്ചയെന്ന് മനസ്സിലാവുന്നില്ല. ബാലഗോകുലം അടക്കമുള്ള സാംസ്കാരിക സംഘടനകൾ പണ്ട് കാലം മുതലേ നടത്തുന്ന ഒരു പരിപാടിയാണിത്. ഇതിന് എന്താണ് ഇപ്പൊ പെട്ടെന്ന് ഒരു പ്രകോപനം ഉണ്ടായതെന്നാണ് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ മയക്കുമരുന്നിനും, കുട്ടികളൊക്കെ നന്നായി പോയാൽ മയക്കുമരുന്ന് കച്ചവടത്തിനും കള്ളിനും കഞ്ചാവിനും ഒക്കെ ഉപഭോക്താക്കൾ കുറയുന്നത് കൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ, നമ്മുടെ സമൂഹത്തിലുള്ള വരുന്ന തലമുറയെ നയിക്കേണ്ട കുട്ടികളൊക്കെ നന്നാവട്ടെ എന്നല്ലേ വിദ്യാഭ്യാസ സംഘടനകൾ തീരുമാനിക്കേണ്ടത്. അതിനു പകരം അവരെ താന്തോന്നികളാക്കാനും വഴിപഴപ്പിക്കാനും റോഡിലിറങ്ങി പ്രശ്നമുണ്ടാക്കാനും അധ്യാപകരെ തല്ലാനും ഒക്കെ പഠിപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് നമ്മളിപ്പോ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഉണ്ടായിട്ടുള്ളത്. അല്ല, അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിനെ കിട്ടില്ല എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ പാർട്ടികൾക്ക് അണികളെ കിട്ടണ്ടേ? അതൊരു വലിയ ഫാക്ട് ആണ്. പിള്ളേരൊക്കെ നന്നായി, പിള്ളേർ തീർച്ചയായും. രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇവരുടെ പിന്നാലെ കാരണം ഇവിടെ നമ്മള് ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാർ, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടതാണ്. അപ്പൊ അതില് ഒരാള് കമന്റ് ചെയ്തതാണ്, എന്റെ മകന് 2 വയസ്സേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കുട്ടിയെ വേണമെങ്കിൽ വിട്ടോ, എന്റെ മക്കളെ വിടില്ല, അതൊരു മേധാവിത്വമാണ് എന്ന് പറഞ്ഞ ഒരാള്. ഞാൻ എപ്പോഴും പറഞ്ഞെന്ന് വെച്ചാല്, ഞാൻ ഒരാളോടും പറയണില്ല നിങ്ങളുടെ കുട്ടിയെ പാദപൂജയ്ക്ക് വിടണം എന്ന് പറയാനുള്ള യാതൊരു റൈറ്റും എനിക്കില്ല. എന്റെ മകനെ വിടണോ വേണ്ടേ ഞാൻ എന്ന് എന്റെ തീരുമാനിക്കാനുള്ള അധ്യാപകരുടെ, റൈറ്റ് മാത്രമേ എനിക്കുള്ളൂ. ശ്രീലക്ഷ്മിയും അടക്കമുള്ളവർ, നമ്മുടെ വീട്ടിലെ കുട്ടികൾ അടക്കമുള്ളവർ ഒരു പക്ഷേ ഈ സംസ്കാരത്തിന്റെ ഭാഗമായി തന്നെ വളർന്നു വന്നവരാണ്. ഞാൻ എന്റെ അധ്യാപകരുടെ കാലം തൊട്ട് ഇന്നും തൊഴും, ഇനിയും തൊഴും. യാതൊരു സംശയം. ഇവർ എന്ത് വിവാദം ഉണ്ടാക്കിയാലും ഞാൻ എന്റെ മുതിർന്നവരുടെ കാലം തൊട്ട് തൊഴും. ഈ കേരളത്തിൽ മാത്രമാണ് ഇത് പ്രശ്നമുള്ളത്. ഇപ്പോ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാലും, ഇപ്പൊ ഡൽഹിയിലൊക്കെ പഠിച്ചു വളരുന്ന കുട്ടികൾ നാട്ടിൽ വന്നാൽ നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന എല്ലാവരുടെയും കാലം തൊട്ട് തൊഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പൊ എന്റെ വീട്ടിൽ 4 കുട്ടികളുണ്ട്, എന്റെ അടക്കം 4 കുട്ടികളുണ്ട്. ഈ 4 കുട്ടികളും ഗുരുക്കന്മാരെ വന്ദിക്കുകയും പരസ്പരം മുതിർന്നവരെ ബഹുമാനിക്കുകയും കാല് തൊട്ട് തൊഴുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് വലിയ ദോഷമൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഈ കാലഘട്ടം വരെ ഒരു പ്രശ്നവും ഞങ്ങളുടെ ആ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ടെൻഷൻ അടിക്കുക അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളൊന്ന് കാല് തൊട്ട് തൊഴുന്നത് കൊണ്ട് ഇനി വേണ്ടാത്തവർ തൊഴേണ്ട, അവർ ജനാധിപത്യത്തോടെ വളർത്തിക്കോട്ടെ. നമുക്ക് അല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും അത് താല്പര്യമുണ്ടെങ്കിൽ എന്തിനാണ് അതിന് ഇടങ്കോലിടുന്നത്? എസ് എഫ് ഐ എന്തിനാണ് അത് അതിനകത്ത് തന്നെയാണ് ഇന്റർഫിയർ ചെയ്യുന്നത്? അത് തന്നെ എസ് എഫ് ഐ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനകളും സ്കൂളുകളുടെ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. കാരണം അവിടെ ഒരു പി ടി ഉണ്ട്.
ഇപ്പോഴത്തെ പണ്ടത്തെ മാതാപിതാക്കളാണ് ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്ത മാതാപിതാക്കൾ പണ്ടാണ് ഉണ്ടായിരുന്നത്. ഇന്ന് പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്ത പാരന്റ്സ് ഇല്ല. എന്റെ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്കറിയാം. അതെ എനിക്ക് അവിടെ വേറൊരാളിന്റെ ആവശ്യമില്ല. എനിക്കറിയാം എന്റെ ഭർത്താവിനും എന്റെ കുട്ടിയെ കുറിച്ച് സംസാരിക്കാൻ അറിയാം. അങ്ങനെ സംസാരിക്കാൻ അറിയാത്ത പാരന്റ്സ് ഒന്നും ഇന്നില്ല, അല്ലേ? അപ്പൊ പിന്നെ അതെ എന്തിനാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ അങ്ങോട്ട് ഇരച്ചു കയറേണ്ട കാര്യം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ എറണാകുളം ജില്ലയിൽ ഒരു കുട്ടി ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണു, അതായത് ചാടി മരിച്ചു. ഒരു ആൺകുട്ടി, അവൻ ചാടി മരിച്ചു എന്ന് കേട്ടപ്പോ തന്നെ അവന്റെ സ്കൂളിൽ പോയിട്ട് ആ സ്കൂൾ തല്ലിപ്പൊളിച്ചു ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാര്. സ്കൂള് തല്ലിപ്പൊളിച്ചതിന് ശേഷം പിന്നെയാണ് അറിയുന്നത് ആ കുട്ടി സ്കൂളിൽ അനുഭവിച്ച പ്രശ്നങ്ങളല്ല, ആ കുട്ടിയുടെ ഫാമിലി ഇഷ്യൂസ് കാരണമാണെന്ന്. ഒരു വിദ്യാലയം എന്ന് പറയുന്നത് അതൊരു ക്ഷേത്രമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ദൈവമേ തീർച്ചയായും എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരു ചിന്തയാണ് അവിടെ ഒരു ദൈവമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ചിന്ത മാത്രമാണ്. പക്ഷെ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ എന്ന് പറയുന്നത് അതല്ല. ടീച്ചറെ എനിക്ക് പഠിച്ച് ഇന്നയാളാകണം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി എല്ലാ അവസരങ്ങളും ഒരുക്കി തരാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ യഥാർത്ഥ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഉറപ്പായും വിദ്യാലയങ്ങളാണ്. കാരണം അവിടെ വിദ്യാഭ്യാസം. നിന്ന് വെളിച്ചമാണ് അതെ പുറത്തേക്ക് കയ്യിൽ നമുക്ക് തന്നു വിടുന്നത്. അല്ലാണ്ട് നീ നശിച്ചു പോന്ന് പറഞ്ഞ ഏതെങ്കിലും ടീച്ചർ, അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഉണ്ട്. എന്താ പറയില്ലേ, എനിക്ക് അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ എനിക്ക് അനുഭവം ഉണ്ട്, അതുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഒരു കൂടെയും അങ്ങനത്തെ നല്ലതും അധ്യാപകരുണ്ട്. ചീത്തയായിട്ടുള്ള മാമ്പഴങ്ങളുണ്ട്, എല്ലാ മേഖലകളിലും ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ അത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇന്ന് ഞാൻ ആ ടീച്ചറിനോട് എനിക്കിപ്പോ ഭയങ്കര സ്നേഹമാണ്. എന്താന്ന് വെച്ചാല് ഞാനൊരു അധ്യാപിക ആയിരുന്നെങ്കിൽ എങ്ങനത്തെ അധ്യാപിക ആകരുത് എന്നും ഞാൻ ആ ടീച്ചറിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. എന്റെ അതെ ടീച്ചേഴ്സിനെ പോലെ തീർച്ചയായും ഞാൻ ആകണം എന്ന് പഠിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു ടീച്ചർ ആകാൻ പാടില്ല എന്ന ലെസൺ പഠിപ്പിക്കാൻ ആ ടീച്ചർ എനിക്ക് വേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ആ ടീച്ചറോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് ഞാൻ അധികം മിണ്ടാറില്ല, കണ്ടാലും മിണ്ടാറില്ല. ഏതായാലും ഗുരുപൂജ നടത്തുന്നവർ നടത്തട്ടെ, അത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഈ അതിലൊരു ചർച്ചയിൽ ചെറിയ പോയിന്റ് ഉണ്ട് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ചേച്ചി. അല്ല, ചെറിയൊരു പോയിന്റ് ഉള്ള എന്താണെന്നറിയോ, അതില് ഒരു പ്രോട്ടോകോൾ വെക്കണം സ്കൂളുകളെല്ലാം. അതായത് ഒരു സ്കൂളിൽ പഠിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ടീച്ചേഴ്സിനും ആർക്കും അറിയില്ല. പക്ഷെ അവരൊരു സർക്കുലർ അല്ലെങ്കിൽ ഒരു നോട്ടീസ് സ്കൂളുകളിൽ ക്ലാസ്സുകളിൽ വായിക്കണം. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു പാദപൂജ അല്ലെങ്കിൽ കുട്ടികളുടെ ഗുരുപൂർണിമയ്ക്ക് ഇങ്ങനെ നടത്തുന്നുണ്ട്. ഇത് പ്രധാനമായും നടന്നു വരുന്നത് ചിന്മയ അല്ലെങ്കിൽ അമൃത അല്ലെങ്കിൽ അത്തരം അമൃത വിദ്യാനികേതൻ അമൃത പോലെയുള്ള കാര്യങ്ങളാണ്. വിദ്യാനിധിയുടെ അത് ഞാനിപ്പോ ഈ പറഞ്ഞില്ലേ, എന്റെ മകന്റെ ഇപ്പം ഡേ കെയറിൽ വിട്ടതിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞ് സ്കൂളിൽ ചേർക്കണമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സ്കൂളുകളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുമല്ലോ. ആ അന്വേഷിക്കുമ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള കുറെ അധികം പാരന്റ്സ് എന്നോട് പറഞ്ഞത് ഈ പറഞ്ഞ ചിന്മയ, അമൃത പോലെയുള്ള സ്കൂൾ, വിദ്യാനികേതൻ പോലുള്ള സ്കൂളുകളുടെ പേരാണ്, NSS പോലെയുള്ള സ്കൂളുകളുടെ പേരാണ്. അവർ പറഞ്ഞൊരു പോയിന്റ് ഇതാണ്, ശ്രീലക്ഷ്മി, നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ മതം പഠിപ്പിച്ചു കൊടുക്കുക സംസ്കാരം. എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, സംസ്കാരമാണ്. മതം എന്ന് പറഞ്ഞാൽ നാളെ പോയി മറ്റവനെ കൊല്ലണം എന്നല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളുടെ ആചാര അനുഷ്ഠാനങ്ങളും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കേണ്ട ഒരു രീതിയും നമ്മൾ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊന്നും ഇന്നത്തെ പാരന്റ്സിന് അറിയാമെങ്കിൽ പോലും, എനിക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരാളാണ്. കാരണം എനിക്കൊരു 8 വയസ്സ് മുതൽ ഞാൻ ബാലവിഹാറിൽ എന്റെ ബാല്യവും കൗമാരവും എല്ലാം ഞാൻ ബാലവിഹാറിൽ, ചിന്മയ മിഷന്റെ കീഴിൽ വരുന്ന ബാലവിഹാറിൽ സുന്ദരാന്റി എന്ന് പറയുന്ന ഒരാളിന്റെ അടുത്ത് ഗീതയും രാമായണവും മഹാഭാരതവും പഠിച്ചു വളർന്ന ഒരാളാണ്. അതുപോലെ പല പല കാര്യങ്ങൾ പഠിച്ചു വളർന്ന ഒരാളാണ്, ഭജൻസ് ഒക്കെ. അപ്പൊ എന്റെ മകൻ അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് അതിനുള്ള സമയമില്ല. അവിടെയാണ് നമ്മളെപ്പോലുള്ള ഹിന്ദുക്കൾ ഇത്തരം സ്കൂളുകളെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അവിടെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അവിടെ പഠിക്കുന്ന അതെ കുട്ടികൾക്ക് ഇത് താല്പര്യമില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാമല്ലോ. നിങ്ങൾ വന്നേ അതെ പറ്റൂ എന്ന് പറഞ്ഞ് പിള്ളേരെ പിടിച്ച് കൊണ്ടിരുത്തുന്നില്ല. അപ്പൊ ടീച്ചേഴ്സ് ഇല്ല അല്ലെങ്കിൽ തീർച്ചയായും സ്കൂൾ മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ സ്കൂളുകളിലും ഒരു ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപ് ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ ഒരു അല്ല ഇതൊക്കെ കാര്യം ഇവിടെ ശ്രീലക്ഷ്മി നടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലും കോളേജുകളിലും പഠിച്ചു വളർന്ന ഒരാളാണ്. എന്റെ വീടിന്റെ അടുത്തുണ്ടായിരുന്ന CSI സ്കൂളായിരുന്നു, CSI മാനേജ്മെന്റ് സ്കൂൾ. ഞാൻ അത് കഴിഞ്ഞ് മർത്തോമയുടെ കോളേജിൽ, അത് കഴിഞ്ഞ ശേഷം വീണ്ടും CSIയുടെ കോളേജിൽ, അങ്ങനെ PG വരെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് മാത്രം സ്കൂളിലും കോളേജിലും പഠിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും അവിടെ ഈ രാവിലെ പ്രയറും ഉച്ചയ്ക്ക് ചാപ്പലിൽ പ്രയറും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോ അങ്ങനെ അതിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാം, പങ്കെടുക്കേണ്ടാത്തവർക്ക് പങ്കെടുക്കാം. അങ്ങനെ ചില പരീക്ഷകൾ, സ്ക്രിപ്ചർ പരീക്ഷകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോ ചില സ്കൂളുകളിൽ മോറൽ സയൻസ് പഠിപ്പിക്കുന്നത് തന്നെ ഈ ക്രിസ്ത്യൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊന്നും ആരും ഇന്ന് വരെ വലിയ വിവാദമൊന്നും ആക്കിയിട്ടില്ല. പള്ളിയിൽ
പള്ളിയിൽ വേണ്ടവർ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരുന്നു ചാപ്പലിലേക്ക്. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ പോകണ്ടാത്തവർക്ക് പോകണ്ട. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ കൊണ്ടുപോയപ്പോ എന്റെ വീട്ടുകാർ പറഞ്ഞു മതം ഞാൻ വീട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പഠിപ്പിക്കേണ്ട എന്ന് എന്റെ അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ അത് പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഫീസ് തന്ന് സ്കൂളിൽ വിടുന്നത് സ്കൂളിലെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാനാണ്, അത് പഠിപ്പിച്ചാൽ മതി. അത് നമ്മുടെ താല്പര്യമാണ്. ഞാൻ ഒരു ദിവസം പോയിരുന്നു. ആദ്യത്തെ ദിവസം പോയപ്പോൾ തന്നെ എന്റെ പപ്പയ്ക്ക് മനസ്സിലായി വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആവശ്യമുള്ളവർക്ക് പഠിക്കാം. അത് വലിയ വിവാദമൊന്നുമായിട്ട് ഇന്നാണെങ്കിൽ അത് വലിയ വിവാദമായിരുന്നു. ഒരുപക്ഷെ അന്ന് ഇത് പറഞ്ഞൊക്കെ തീർത്ത് നമ്മൾ നമ്മുടെ ഇതിന് പോയി എന്നുള്ളതല്ലാതെ. അപ്പോൾ തീർച്ചയായും അത്തരം സ്കൂളുകളിൽ ഉണ്ട്, അത്തരം മാനേജ്മെന്റ്, ഇപ്പൊ ക്രിസ്ത്യൻ മാനേജ്മെന്റ് എല്ലാം അവരുടെ ഇത് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ വിവാദം ഉണ്ടാക്കുന്നത്? ഏതൊരു മതത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നന്മയിലേക്ക് ജനങ്ങളെ നയിക്കുക, കുട്ടികളെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പൊ അതിനെന്താണ് ഇത്ര വിവാദമാക്കാനുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇഷ്ടമുള്ളവർ പഠിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ പഠിക്കട്ടെ. ക്രിസ്ത്യൻ മാനേജ്മെന്റ് കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങള് ഈ യൂത്ത് ഫെസ്റ്റുകൾക്ക്, അതായത് സബ് ജില്ലാ ജില്ലാതല യൂത്ത് ഫെസ്റ്റുകൾക്ക് പോകുമ്പോൾ ഇന്നാണ് ഈ പാരന്റ്സ് ഇതിനായിട്ട് നിൽക്കുന്ന പാരന്റ്സ് ഉള്ളത്. അന്ന് ടീച്ചർമാരുടെ കൂടെ നമ്മളെ അങ്ങ് വിടുകയാണ്. വണ്ടിക്കൂലിക്ക് പൈസയും തന്ന് ഭക്ഷണവും തന്ന് പദ്യപാരായണം അതിന്റെ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ രാത്രിയാണെങ്കിൽ പോലും ടീച്ചർമാരുടെ ഇങ്ങനെ ഇരിക്കും. നമ്മള് ഡാൻസ് കോമ്പറ്റീഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ചേച്ചിക്ക് അറിയാലോ, SMVയും കോട്ടൺ ഹില്ല് പോലെയുള്ള സ്കൂളുകളാണ് വേദികളാവുന്നത്. ഇന്നാണ് പല പല കോമ്പൗണ്ടില്. മറ്റത് ഒരു സ്കൂളിലാണ് അന്ന് നടക്കുന്നത്. അന്ന് നടക്കുമ്പോൾ ഈ ടീച്ചർമാരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്, പാരന്റ്സ് അല്ല. അന്നേരം നമ്മൾ കാണുന്നതാണ് ഈ നമ്മുടെ തിരുവനന്തപുരത്ത് നാലാഞ്ചിറ സെന്റ് ഗറോട്ടി സ്കൂളുണ്ട്. ചേച്ചി കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഇവാനിയത്തിന്റെ അടുത്തായിട്ട്. ഈ സ്കൂളിലെ മദറാണ്, എനിക്ക് തോന്നുന്നു ആ മദറിന്റെ പേര് മൈക്കിൾ എന്നെങ്ങാണ്ടാണ് എന്നാണ് എന്റെ അന്നത്തെ ഓർമ്മ. ഈ മൈക്കിൾ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ആ സെന്റ് ഗറോട്ടി സ്കൂളിലെ പിള്ളേർ ഇങ്ങനെ വിറയ്ക്കും. ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, അന്നത്തെ കാലത്തെ വിറയിലാണ് ഞാൻ പറയുന്നത്. വിറയ്ക്കും, അങ്ങനത്തെ സിസ്റ്ററാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പൊ ഞങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ സിസ്റ്റർ നമ്മളോടും ഒക്കെ വലിയ കാര്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഓരോ കുട്ടിയും ഓരോ കോമ്പറ്റീഷന് കയറുമ്പോഴും സിസ്റ്റർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒരു വേർതിരിവ് ടീച്ചർ മദറിനില്ല. മദർ പ്രാർത്ഥിക്കും. മദർ പ്രാർത്ഥിച്ചിട്ട് കുരിശു വരയ്ക്കും. കുരിശു വരച്ചിട്ടാണ് ഈ കുട്ടി കയറുന്നത്. അന്ന് ആ കുട്ടിയുടെ ലേബൽ എന്ന് പറയുന്നത് മൈക്കിൾ സിസ്റ്ററിന്റെ കുട്ടികൾ എന്നാണ്. എനിക്ക് മൈക്കിൾ എന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും ആ മൈക്കിൾ മദറിന്റെ അല്ലെങ്കിൽ മദറിന്റെ കുട്ടികൾ എന്നാണ് അവരുടെ ലേബൽ. അല്ലാതെ ഹിന്ദു കുട്ടിയോ മുസ്ലിം കുട്ടിയോ എന്നൊരു ലേബൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നാണ് അപ്പൊ ആ സിസ്റ്റർ അങ്ങനെ വരച്ച ഇവര് ലഹളയ്ക്ക് പോവോ? അതൊരു ചോദ്യമാണ്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്ന ഒരു പ്രഗ്നൻസി ആയിരുന്നു. ആ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഇപ്പൊ സബീന അസ്ലാം എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ലേബർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അല്ലെങ്കിൽ ഖത്തറിൽ താമസിക്കുന്ന ഒരു റസ്ലത്ത് എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുണ്ട്. അവരുടെ പേര് ഞാൻ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് പേര് പറഞ്ഞ് മോളെ നിനക്ക് വേണ്ടി ഞങ്ങൾ എന്നും ദുവാ ചെയ്യുന്നുണ്ടെന്നാണ്. ഞാൻ ഹിന്ദു ആണെന്ന് അവർക്കറിയില്ലേ? അറിയാം. നമ്മൾ അവർക്ക് വയ്യായിക വരുമ്പോ നമ്മളെ ചേച്ചി പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വഴിപാട് നടത്തുന്നുണ്ട്. അപ്പൊ അവര് പറയോ ഞാൻ മുസ്ലിം ആണെന്ന് പറയോ? ഇല്ല, അതൊരു ബന്ധത്തിന്റെ ഊഷ്മളത മാത്രമേ ഉള്ളൂ. അവനവന്റെ വിശ്വാസത്തിൽ ചെയ്യാന്നുള്ളു. അപ്പൊ ഈ മദർ അന്ന് കുരിശ് വരച്ച് വിടുമ്പോ ഒരിക്കൽ എനിക്ക് ഡീഹൈഡ്രേഷൻ വന്നു. നമ്മൾ വെയിലത്തൊക്കെയാണല്ലോ പണ്ട് നിൽക്കുന്നത്. ഇത്രയും സൗകര്യങ്ങളൊന്നും യൂത്ത് ഫെസ്റ്റിവലുകൾക്ക് അന്നില്ല. തല കറങ്ങി വന്ന് വീണപ്പോ ഈ മദറാണ്, വേറെ സ്കൂളിലെ കുട്ടിയാണ് ഞാൻ, ഗവൺമെന്റ് സ്കൂളിലെ കുട്ടിയാണ്, എന്നെ വന്ന് പിടിക്കുകയും എനിക്ക് വെള്ളം തരികയും എല്ലാം ചെയ്തിട്ട് എഴുന്നേറ്റ് അടുത്ത് സ്റ്റേജിൽ കയറണം, കോമ്പറ്റീഷന് കയറണം. കയറുമ്പോ ടീച്ചർ മദറിന്റെ കുട്ടിയും ഉണ്ട്. പക്ഷെ അതേ കുട്ടി കയറുന്ന സ്റ്റേജിലേക്ക് മദർ എന്നെ കുരിശു വരച്ചാണ് ഇട്ടത്. ഞാൻ ഹിന്ദുവാണ്, നിങ്ങൾ എന്റെ അടുത്ത് കുരിശു വരയ്ക്കേണ്ടെന്നല്ല. അപ്പൊ നമ്മളും ആ കുരിശു വരയ്ക്കുകയും കൈവയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മളും കണ്ണുകൾ അടച്ച് നമ്മള് ചിലപ്പോൾ ഗുരുവായൂരപ്പ എന്നായിരിക്കും വിളിക്കും, ഞങ്ങൾ ആറ്റുകാലമ്മയെന്ന് വിളിക്കും, തിരുവനന്തപുരത്തുകാർ അല്ലെങ്കിൽ ശ്രീകണ്ഠേശ്വര എന്ന് വിളിക്കും. പക്ഷെ സിസ്റ്റർ വരച്ചോണ്ടിരിക്കുന്ന കുരിശ് കർത്താവിന്റേതാണെങ്കിലും കർത്താവും ശ്രീകണ്ഠേശ്വരനും ഒക്കെ നമുക്ക് വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ വേർതിരിവ് കുട്ടികളിലേക്ക് ഉണ്ടാക്കുകയും കുട്ടികളിലെ മതസ്പർദ്ധ ഉണ്ടാക്കുകയും ഇന്ന മതത്തിൽപ്പെട്ടവർ ഇത് ചെയ്യാൻ പാടില്ല, ഇന്ന മതത്തിന്റേതാണ് അത് എന്ന് പറഞ്ഞ് മതസ്പർദ്ധ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇത്തരം സംഘടനകളാണ്. ഇതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കുട്ടി വഴിതെറ്റിപ്പോയാൽ നമുക്ക് മാറും. അതെ, സംഘടനയുടെ നിലനിൽപ്പാണ് അവർക്ക് പരമപ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ അവർ ഇടപെടുന്നത്. ഒരു കുട്ടി കഞ്ചാവ് കേസിൽ പ്രതിയായി. കഞ്ചാവ് കേസിൽ പ്രതിയായാൽ ആ അമ്മയും അച്ഛനും അല്ലാതെ ഈ ലോകത്ത് ആർക്കാണ് അതിൽ നഷ്ടം ഉണ്ടാകുന്നത്? ആർക്കും നഷ്ടം ഉണ്ടാകാനില്ല. നാളെ പറയും കഞ്ചാവ് കേസിൽ പിടിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുമായി വേറൊരു റിലേഷൻഷിപ്പിൽ പിടിച്ചു എന്നിരിക്കട്ടെ, അവൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഉള്ളിലുള്ളവനായിക്കോട്ടെ, എന്താ പാർട്ടി പറയണത്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവനെ പുറത്താക്കിയതാണ്, ഞങ്ങളുമായിട്ട് ഇവന് യാതൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത്. വെച്ചനുഭവിക്കാൻ ഈ അച്ഛനും അമ്മയും. എന്നിട്ടോ ഇവരടങ്ങുന്നവർ പറയണ ഒരു കാര്യം എന്താണ്? പഠിപ്പിച്ച് വെച്ചേക്കുന്ന കണ്ടില്ലേ, വളർത്തു ദോഷം. അതെ, ഇത്രയും സമയം അവസാനിക്കാറായി ശ്രീലക്ഷ്മി.
അതായത് സമയം ശരി. അവസാനിപ്പിക്കാൻ എന്ന് തോന്നുന്നു. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനിയും നിരവധി വിഷയങ്ങൾ നാളെ മുതൽ നമ്മളിങ്ങനെ സീരിയസ് ആയി തുടങ്ങിയാണ്. എല്ലാ വിഷയങ്ങളും നമ്മൾ സംസാരിക്കും. ഏതായാലും കുട്ടികൾ നഷ്ടപ്പെട്ടു പോവുകയോ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയോ ചെയ്താൽ ആത്യന്തികമായ പ്രശ്നം ഉണ്ടാകുന്നത് കുടുംബത്തിന് മാത്രമാണ് എന്ന ബോധം ഉണ്ടാവണം. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒന്നും ചെയ്യാനില്ല എന്നും ഒരു രാഷ്ട്രീയ സംഘടനകളുടെയും ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങൾക്ക് മുന്നിൽ ഒരു കുട്ടിയും പേടിക്കരുത്, ഒരു രക്ഷിതാവും പേടിക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്.